തൃശൂർ വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ സ്കൂൾ വിദ്യാർത്ഥികളോട് സ്വകാര്യ ബസ് ജീവനക്കാരൻ കാട്ടിയ ക്രൂരതയുടെ ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ സംസ്ഥാനത്ത് പരക്കെ പ്രതിഷേധം കടുക്കുന്നു. വിദ്യാർത്ഥികളെ ബസ്സിൽ കയറ്റാൻ തയ്യാറാകാതിരുന്ന കണ്ടക്ടറോട് ഒരു വിദ്യാർത്ഥി കൈകൂപ്പി അപേക്ഷിക്കുന്ന ഹൃദയഭേദകമായ ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ വ്യാപകമായി പ്രചരിക്കുന്നത്. കുന്നംകുളം റൂട്ടിൽ സർവീസ് നടത്തുന്ന മെജോമോൻ എന്ന സ്വകാര്യ ബസ്സിലാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരം നാടിനെ നാണിപ്പിച്ച ഈ സംഭവം അരങ്ങേറിയത്. വടക്കാഞ്ചേരി നഗരത്തിലെ ഒരു സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ബസ് ജീവനക്കാരുടെ ഈ ദുരനുഭവത്തിന് ഇരയായത്. സ്കൂൾ വിട്ട് വീട്ടിലേക്ക് മടങ്ങാനായി ബസ്സിനരികെ വരിയായി കാത്തുനിന്ന വിദ്യാർത്ഥികളിൽ വെറും 3-4 പേരെ മാത്രമാണ് കണ്ടക്ടർ അകത്തേക്ക് കയറാൻ അനുവദിച്ചത്. ബാക്കിയുണ്ടായിരുന്ന 5 വിദ്യാർത്ഥികളോട് ബസ്സിൽ കയറ്റില്ലെന്ന് കണ്ടക്ടർ തറപ്പിച്ചു പറയുകയായിരുന്നു. ഇതിനിടെ മറ്റൊരു സ്കൂളിലെ 2 വിദ്യാർത്ഥികൾ ബസ്സിൽ കയറുന്നത് ദൃശ്യങ്ങളിൽ കാണാമെങ്കിലും ആദ്യം കാത്തുനിന്ന കുട്ടികളെ കയറ്റാൻ കണ്ടക്ടർ കൂട്ടാക്കിയില്ല. തങ്ങളെ കൂടി ബസ്സിൽ കയറ്റണമെന്ന് കൂട്ടത്തിലൊരു വിദ്യാർത്ഥി കണ്ടക്ടറുടെ മുന്നിൽ നിസ്സഹായനായി കൈകൂപ്പി അപേക്ഷിച്ചിട്ടും യാതൊരു ഫലവും ഉണ്ടായില്ല. ഒടുവിൽ മറ്റ് വിദ്യാർത്ഥികൾക്ക് യാത്ര നിഷേധിച്ചുകൊണ്ട് ബസ് സ്റ്റാൻഡിൽ നിന്നും പുറപ്പെടുകയായിരുന്നു. കുട്ടികൾ നിസ്സഹായരായി നോക്കി നിൽക്കുന്ന ദൃശ്യങ്ങൾ മാധ്യമങ്ങളുടെ പുറത്തു വന്നതോടെ വലിയ ജനരോഷമാണ് ഉയരുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർക്ക് പരാതി നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് KSRTC ബസ്സുകളിൽ വനിതകൾക്കായി പ്രിയദർശിനി എന്ന സൗജന്യ യാത്രാ പദ്ധതി നടപ്പിലാക്കിയതിന് പിന്നാലെ തങ്ങൾ വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണെന്ന് കാട്ടി സ്വകാര്യ ബസ് ഉടമകൾ രംഗത്തെത്തിയിരുന്നു. പദ്ധതിയോടുള്ള പ്രതികാരം എന്ന വണ്ണം പരമാവധി വിദ്യാർത്ഥികളെ ബസ്സുകളിൽ നിന്നും ഒഴിവാക്കാനുള്ള സ്വകാര്യ ബസ് ജീവനക്കാരുടെ നീക്കത്തിന്റെ ഭാഗമായാണോ ഈ അതിക്രമം എന്ന സംശയം ശക്തമാണ്. അതല്ലെങ്കിൽ മുൻപുണ്ടായിരുന്ന എന്തെങ്കിലും തർക്കങ്ങളുടെ പേരിലാണോ കുട്ടികളോട് ഈ വിവേചനം കാണിച്ചതെന്ന കാര്യത്തിലും അന്വേഷണം നടക്കുന്നുണ്ട്. സംഭവത്തിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി വിദ്യാർത്ഥി സംഘടനകളായ SFI രംഗത്തെത്തിയിട്ടുണ്ട്. ഒരു കാരണവശാലും പൊതുസമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ് വടക്കാഞ്ചേരിയിൽ സംഭവിച്ചതെന്ന് SFI സംസ്ഥാന പ്രസിഡന്റ് M ശിവപ്രസാദ് പ്രതികരിച്ചു. സ്വകാര്യ ബസ് വ്യവസായം നഷ്ടത്തിലാണെന്ന ഉടമകളുടെ വാദത്തിന്റെ ഇരകളാക്കി വിദ്യാർത്ഥികളെ മാറ്റുന്നത് അനുവദിക്കില്ല. ബസ് കൺസെഷൻ എന്നത് വിദ്യാർത്ഥികൾ സമരങ്ങളിലൂടെയും പോരാട്ടങ്ങളിലൂടെയും നേടിയെടുത്ത അവകാശമാണ്, അല്ലാതെ ആരുടെയും ഔദാര്യമല്ല. ഭരണകൂട നയങ്ങൾ മൂലമുണ്ടാകുന്ന നഷ്ടം നികത്താൻ വിദ്യാർത്ഥികളുടെ മുകളിൽ കുതിര കയറാൻ ഒരു ബസ് മുതലാളിയെയും അനുവദിക്കില്ലെന്നും പൊതുനിരത്തിലൂടെയാണ് ഈ ബസ്സുകളെല്ലാം ഓടുന്നതെന്ന് ഓർക്കുന്നത് നന്നായിരിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. വടക്കാഞ്ചേരിയിൽ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി കരുതുന്നില്ലെന്നാണ് SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് പറഞ്ഞത്. എല്ലാ അധ്യയന വർഷാരംഭത്തിലും കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ഏറ്റുമുട്ടേണ്ടി വരുന്ന ഒരു വിഭാഗമായി സ്വകാര്യ ബസ് ഓപ്പറേറ്റർമാർ മാറിയിരിക്കുകയാണ്. ബസ് മുതലാളിമാർക്കും തൊഴിലാളികൾക്കും എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അവർ സർക്കാരിനെയാണ് സമീപിക്കേണ്ടത്. അതിൽ കുട്ടികൾ എന്ത് പിഴച്ചുവെന്നും അദ്ദേഹം ചോദിച്ചു. വിദ്യാർത്ഥികളോടുള്ള ഈ ക്രൂരത അവസാനിപ്പിക്കണമെന്നും സൗജന്യങ്ങൾ പ്രഖ്യാപിക്കുമ്പോഴും വിദ്യാർത്ഥികളുടെ യാത്രാവകാശം ഉറപ്പാക്കാൻ സർക്കാർ കൃത്യമായ നിയമനിർമ്മാണവും അതിന്റെ പാലനവും ഉറപ്പാക്കണമെന്നും SFI നേതൃത്വം ആവശ്യപ്പെട്ടു. വരും ദിവസങ്ങളിൽ വിദ്യാർത്ഥികളുടെ യാത്രാവകാശം സംരക്ഷിക്കാൻ ബസ് സ്റ്റാൻഡുകൾ കേന്ദ്രീകരിച്ച് ശക്തമായ പ്രതിരോധമുയർത്തുമെന്നും സംഘടന വ്യക്തമാക്കിയിട്ടുണ്ട്.